ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ കട്ട നെഗറ്റീവിലേക്ക് കൊണ്ടുപോവാണ് സിബിൻ. അത് സിബിൻ്റെ ഗെയിം തന്നെയാണ്, സമ്മതിക്കാം. പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന സൂപ്പറായിട്ട് കണ്ടന്റ് കൊടുത്തുകൊണ്ടും കളിച്ചുകൊണ്ടും ഇരുന്ന കഴിഞ്ഞ രണ്ടാഴ്ചയിലെ കണ്ടസ്റ്റന്റ് ഇപ്പം സിബിൻ്റെ കയ്യിലെ പാവയായിട്ട് അല്ലെങ്കിൽ കോമാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനല്ല, ജാസ്മിൻ ഈ സംഭവം എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അത് ശരിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ജിൻഡോ സൂപ്പറായിട്ട് കഴിഞ്ഞ 2 വീക്ക് കളിച്ചുകൊണ്ട് വരുമായിരുന്നു. പക്ഷേ സിബിൻ വന്ന് വീട്ടിനകത്ത് വൈൽഡ് കാർഡായിട്ട് കയറിയതിനു ശേഷം ഇപ്പം സിബിനും ജിൻഡോയും കൂടെ ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ട് എന്ന് പറയുന്നതിനേക്കാൾ നന്നായിട്ട് ജിൻഡോ അറിയാമല്ലോ, ചില മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട്, ചില കാര്യങ്ങൾ ജിൻഡോയ്ക്ക് അറിയത്തില്ല. അപ്പോൾ ജിൻഡോ പോയിട്ട് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ആരുടെ സായിയുടെ അടുത്തും നമ്മുടെ സിബിൻ്റെ അടുത്തുമാണ്. സായി കറക്റ്റ് കാര്യം പറഞ്ഞു വിടും, സിബിനാണെങ്കിൽ തിരിച്ച് എനിക്ക് അങ്ങനെ ഇതിനെ ഉപയോഗമാക്കി മാറ്റാം എന്നുള്ള രീതിക്ക് കളിക്കും. പക്ഷെ ശരിക്കും സിബിൻ കളിക്കുന്നത് കളി തന്നെയാണ്, അത് ഗെയിം തന്നെയാണ്, അങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത്. പക്ഷേ ഇത് കൂടിപ്പോകുന്നു. ഇപ്പം ജിൻഡോയെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സിബിനൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലാതെ ജിൻഡോയെ വെച്ച് കളിക്കുന്നു എന്നൊരു ലെവലിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് ജിൻഡോയുടെ ഡബിൾ സ്റ്റാൻഡ് ഇന്ന് എക്സ്പോസ് ആയിരിക്കുകയാണ്. ജിൻഡോ ഒരു നേരം പറയുന്ന നിലപാടല്ല, മറ്റൊരു നേരം പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്, ജാസ്മിൻ്റെ അടുത്ത് നിനക്ക് വയ്യെങ്കിൽ നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ജാൻമണി എടുത്ത് അതിനെ തല കുത്തി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആത്മാർത്ഥമായിട്ടല്ല ജാസ്മിൻ എടുത്ത് അത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭംഗിക്ക് എന്തിനാണ് ജിൻഡോ അങ്ങനെ പറയുന്നത്? അതും പീരീഡ്സ് വിഷയത്തിൽ. പീരീഡ്സ് വിഷയം പറയുമ്പോഴാണ് നോറ അത് വെച്ച് ഒരു വുമൺ കാർഡ് ഇറക്കി ജിൻഡോയെ വെട്ടാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. നോറ ഇപ്പോൾ കുതിച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോറയുടെ ഗെയിം നല്ലൊരു പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗ്രഡ്ജ് വിടാൻ നോറ തയ്യാറല്ല. ജിൻഡോയെ പിടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ സൂപ്പറായിട്ട് നോറ കളിക്കുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്, അതെല്ലാം അങ്ങനെ നിൽക്കുന്നുണ്ട്. ജിൻഡോയും ജാസ്മിനുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂവിലാണ് നോറ വന്ന് ഇടപെടുന്നതും അതിനകത്ത് ജിൻഡോയ്ക്ക് ഇട്ട് കുറച്ച് പണി കിട്ടുന്നതും. സിബിൻ മാനിപ്പുലേറ്റ് ചെയ്ത് വീട്ടുകാരെ ട്വിസ്റ്റ് ചെയ്ത് വിടുന്നു. സിബിൻ്റെ വായിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഈ ഷോയിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഈ ഷോയിൽ നിന്ന് പോകണം, അവളിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഷോയുടെ ക്വാളിറ്റി തിരിച്ചിട്ടത്തുള്ളൂ. അത് വേണ്ടായിരുന്നു സിബിനെ. ഏതൊരു കണ്ടസ്റ്റൻ്റ് ആയാലും നമ്മൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് സിബിനെന്നല്ല ആരും അങ്ങനെ പറയാനായിട്ട് പാടില്ല. അപ്പോൾ വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ ഡേ 39 ഏപ്രിൽ 18 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം പോകുന്നതിനെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തിട്ട് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ കന്നിപ്പെണ്ണെ കങ്കതളിത്തേനെ കണ്ടവളി കട്ടെടുത്ത പട്ടുനിലാവേ, ഈ പാട്ടോട് കൂടി ബിഗ് ബോസ് വീട് ഉണരുകയാണ്. സിബിൻ സായി ജിൻഡോ ഇവർ പുറത്തുനിന്ന് സിബിൻ സായി ജാസ്മിൻ ഇവർ പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിൻഡോ അങ്ങോട്ട് വന്നിട്ട് പറയണേ, നിൻ്റെ ടിഷ്യൂ പേപ്പർ അവിടെ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്? ടിഷ്യൂ പേപ്പറാ? ഞാൻ ഇപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ കൊണ്ട് നേരെ ബാസ്ക്കറ്റിൽ തന്നെ ഇടുന്നത്. ബാസ്ക്കറ്റ് ഇടുമോ? ഞാൻ ബാസ്ക്കറ്റ് ഇടും. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ബെഡിൻ്റെ പുറത്താണ് കിടക്കുന്നത്. എൻ്റെ ബെഡിലാ? അപ്പോൾ എൻ്റെ തന്നെ, ഉറപ്പായിട്ട് എൻ്റെ തന്നെ. ജാസ്മിൻ പറയണം. എന്നിട്ട് ജാസ്മിൻ അതിനൊന്നും മറയ്ക്കുന്നു. ആ സംഭവം പ്ലേറ്റ് ഇതിരിക്കുകയാണ്. അത് എൻ്റെ ബെഡിലല്ലേ ഇരിക്കുന്നത്. വന്നെടുത്ത് മാറ്റും. ഞാൻ വന്ന് മാറ്റിക്കോളാം. എടുത്ത് മാറ്റടി, പോയി എടുത്ത് മാറ്റി. ഇല്ല, ഞാൻ പോയി മാറ്റിക്കോളാം, എനിക്ക് സൗകര്യം ഉള്ളപ്പോഴേ ഞാൻ പോയി എടുത്ത് മാറ്റുള്ളൂ. നിങ്ങളുടെ ഷോ ഓഫ് നിർത്തും, എന്നാലേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയും ജാസ്മിനും കൂടെ രാവിലെ തന്നെ പുറത്ത് വെച്ച് ഗാർഡൻ ഏരിയ വെച്ച് ഒരു വഴക്ക് കിടക്കുവാണ്. പിന്നീട് ജിൻഡോ സിബിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഈ ചെരുപ്പ് ആരത് ഈ പുറത്ത് കിടക്കുന്നത്? അപ്പോൾ സിബിൻ പറയാണ്, അത് ചെരുപ്പ് ജാസ്മിൻ്റെ കാര്യമാണ് നീ പറഞ്ഞാണെങ്കിൽ ജാസ്മിൻ ചെരുപ്പിടാറില്ല. ചെരുപ്പിടൂലേ? അവൾ ബാത്റൂമിലും അപ്പോൾ ചെരുപ്പിടൂലേ? ഇല്ല, അവൾ ചെരുപ്പിടാറില്ല. അപ്പോഴാണ് ജിൻഡോ ഈ കേസ് അറിയുന്നത്. ജിൻഡോ ഇതിനെ പിടിക്കുന്നു. ജിൻഡോ ഇത് എനിക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കിത് അറിയാം എന്നുള്ള രീതിക്ക് ജിൻഡോ നേരെ വരുന്നു. അപ്പം അവൾ ചെരുപ്പ് പോലും ബാത്റൂമിൽ ഇടൂലല്ലേ? അപ്പം നോറ കേട്ടോണ്ട്, ഇന്നെയാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്നെയാണോ പറഞ്ഞത്? അപ്പം പറയണേ, അയ്യോ നിൻ്റെ പേരല്ല, ജാസ്മിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നീ എന്താ ഇവിടെ അമ്മ എന്ന് പറയുമ്പോൾ അപ്പാന്ന് കയറി പിടിക്കുന്ന സൈസാണ് നീ എന്നിങ്ങനെ പറഞ്ഞു. അമ്മ എന്ന് പറയുമ്പോൾ അപ്പാന്ന് കയറി പിടിക്കണമെന്നാ എന്തോന്ന് എന്നെ പറ്റി പറയണത് എന്ന് നോറ ചോദിക്കുകയാണ്. അത് മൈൻഡ് ചെയ്യാതെ ജിൻഡോ നേരെ ജാസ്മിൻ്റെ അടുത്ത് പോകുന്നു. എന്താണ് നിങ്ങൾക്ക് പറയേണ്ടത്? എന്താണ് കാര്യം? അപ്പോൾ ജിൻഡോ പറയുന്നു, ബാത്റൂമിൽ നീ ചെരുപ്പിടാറില്ല അല്ലേ? അപ്പം നീ അതുകൊണ്ട് ഇവിടുത്തെ സോഫയിലും ബെഡിലൊക്കെ ഇവിടെ നിന്ന് പോയിരിക്കുകയല്ലേ? അപ്പോൾ ഇനി അത് ശരിയാവില്ല, നീ ചെരുപ്പിടണം. അതെൻ്റെ കാല് വയ്യ, അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പിടാത്തത്. എൻ്റെ കാലൊക്കെ നല്ല റാഷസ് ഒന്ന് പൊട്ടിയിരിക്കുകയാണ്. അപ്പം നീ ഇവിടെ വൃത്തികെട്ട എന്ത് രീതിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ബാത്റൂമിൽ പോലും ചെരുപ്പിടാറില്ല. നമുക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ നീ പോയി അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, സോഫയിൽ കാല് വെച്ചിരിക്കുന്നു, കട്ടിൽ കിടക്കുന്നു. ഞാൻ പോയി എൻ്റെ കട്ടിലല്ലേ കിടക്കുന്നത്, നിങ്ങളുടെ കട്ടിലാണോ വന്ന് കിടക്കുന്നത്? നിങ്ങൾക്ക് പിന്നെ എന്താ കുഴപ്പം? അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, എടോ ഇവിടെ ആരാണ് ബോട്ടിലും കൊണ്ട് ബാത്റൂമിനകത്ത് പോകുന്നത്, കുടിക്കാനുള്ള ബോട്ടിലും കൊണ്ട്? അത് ഞാൻ പോവാറില്ലേ? നിങ്ങൾ പോവാറില്ലേ? അപ്പോൾ ബോട്ടിലും കൊണ്ട് പോകുന്നത് കുഴപ്പമില്ല, ഞാൻ ചെരുപ്പിട്ടുകൊണ്ട് പോകാത്തതാണ് കുഴപ്പം.
അപ്പോൾ ജിൻഡോ പറയാണ് അപ്പം എന്നിട്ട് ജാസ്മിൻ കുറേ ഇടന്ന് അലച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്തിനടി നീ അടിച്ചു വരുന്ന സ്ഥലത്തൂടെ എങ്ങോട്ട് കൂടെ നടക്കണം, നീ മാറിയിരി, നീ ബെഡിൽ കയറി, നീ സോഫയിൽ കയറി ആകെ മൊത്തം അലമ്പാക്കി നടക്കുകയാണ്. അപ്പം നന്ദന പറയാണ് എന്തുട്ടാ ചെയ്യുക, ഇപ്പോൾ പറഞ്ഞ കേൾക്കില്ല, ജാസ്മിൻ ചേച്ചി എങ്ങനെയാണ് പറഞ്ഞ കേൾക്കില്ല. അപ്പോൾ ജാസ്മിൻ നേരെ പോയി എന്ത് ചെയ്യുന്നു, അവിടെ ഒരു സോഫ പോലത്തെ ഒരു സിംഗിൾ സോഫ ഉണ്ട്, സിംഗിൾ സോഫയിൽ കയറി ചമ്മണം പൂട്ടി അതിനകത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അത് കണ്ടുകൊണ്ട് ജിൻഡോ വരുന്നു. ഇത് പറ്റൂല, നീ കാല് താഴെ വയ്ക്കും, നീ കാല് താഴെ വയ്ക്കാൻ, കാല് താഴെ ഇല്ല ഞാൻ വയ്ക്കൂല, കാല് താഴെ വയ്ക്കും. അപ്പോൾ സിബിൻ പറയാണ് ജാസ്മിനെ ചെരുപ്പിടല്ലേടാ മോശമാടാ, ചെരുപ്പിടണേടാ മോശമാടാ, അതാടാ പറഞ്ഞ കാര്യമാടാ പറഞ്ഞേ. അപ്പോൾ ജിൻഡോ പറയാണ് കാല് താഴെ വയ്യടി, നീ കാല് താഴെ വയ്യ, നീ ചമ്മണം പൂട്ടി സോഫയുടെ മുകളിൽ കയറി ഇരിക്കണം, നീ ബാത്റൂമിൽ പോയിട്ട് ചെരുപ്പിടാത്തവളാണ്. ഞാൻ എൻ്റെ കൈയും കാലൊക്കെ ഞാൻ കഴുകി നല്ല വൃത്തിയായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഞാൻ ആരുടെ സ്റ്റാൻഡ് പറയുന്നതെന്നല്ല, വൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കഴിഞ്ഞ 1 വീക്കായിട്ട് കോർണർ ചെയ്യുകയാണ് ജാസ്മിനെ. വൃത്തിയില്ല ആയിരിക്കാം, അല്ലായിരിക്കാം, അല്ലെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല, എന്തോ ആവട്ടെ, ഒരാളെ പറയുന്നതിനൊരു ലിമിറ്റില്ലേ, ഇത് വിട്ട് കളിക്കണ്ടേ, അപ്പോഴല്ലേ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ പേരിൽ ജാസ്മിന് കുറേ സെൻറ്റിമെൻറ്റ്സ് കിട്ടും. ഇതൊക്കെ ഈ വീട്ടുകാർ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ജിൻഡോ വീട്ടിൽ കാല് താഴെ വയ്യ. അപ്പോൾ അപ്സര പറയണേ എടി ബോട്ടിലിൻ്റെ കേസ് ജിൻഡോനടുത്ത് നീ പറഞ്ഞത് ജിൻഡോയുടെ ബോട്ടിലാണ്, ജിൻഡോയാണത് കുടിക്കുന്നത്, പക്ഷേ ബാക്കി ജിൻഡോ പറഞ്ഞത് ശരിപ്പെട്ടാണ് പോണ കാര്യം കോമൺ ആയിട്ടുള്ള കാര്യമാണ്, നീ കാല് താഴെ വയ്യ. അപ്പോൾ ജാസ്മിൻ പറയണം ഓക്കെ ഞാൻ പറഞ്ഞത് തെറ്റാണ് സമ്മതിക്കാം, പക്ഷേ ഇയാളെ ഷോ ഓഫ് നിർത്തട്ടെ, ഒടുക്കത്തെ ഷോ ഓഫ്, അത് നിർത്താതെ ഞാൻ കാല് താഴെ വയ്ക്കത്തില്ല. അപ്പോഴേ റസ്മിൻ പറയണേ എടി നമ്മൾ ഇത്രയും പറഞ്ഞില്ല, നീ ഒന്ന് താഴെ വയ്ക്കേ. അപ്പോൾ ജിൻഡോ ഇവൾ ഇനി വല്ല മീറ്റിങ്ങിന് വിളിക്കട്ടെ, ഞാൻ ഒന്നിനും വരത്തില്ല, ഒന്നിനും. അപ്പോൾ സിബിനും അങ്ങോട്ട് വന്നിട്ട് എന്ത് ജാസ്മിനെ പറയുന്ന കേൾക്കടാ. അപ്പോൾ ജാസ്മിൻ പിന്നീട് അപ്പോൾ ജിൻഡോ വന്നിട്ട് ജാസ്മിൻ്റെ അടുത്തിരിക്കുന്നു. അവള് കണ്ടിട്ട് എനിക്ക് അടിക്കാൻ തോന്നുന്നായിരുന്നു. അപ്പോൾ ജിൻഡോ അടിക്കാൻ തോന്നുന്നു, അതെ പാസ്റ്റ് സെൻസ് അല്ലേ, എനിക്കെന്തും പറയാമല്ലോ, ഇന്നലെ കാലയെ വാരി നിലത്തടിച്ചേനെ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അടിക്കാൻ തോന്നുന്നായിരുന്നു, എനിക്ക് പറഞ്ഞൂടെ, പാസ്റ്റ് ടെൻസ് അല്ലേ, എന്താണ് കുഴപ്പം എന്നെല്ലാം ജാസ്മിൻ ജിൻഡോയെ കളിയാക്കുന്നു. അപ്പോൾ ജിൻഡോ മാരാറുടെ തട്ട് താണെ തന്നെ ഇരിക്കും എന്ന് പറയുന്നു. ഇത് മാരാറ് സീസൺ 5 പറഞ്ഞ ഡയലോഗല്ലേ, അത് ഇങ്ങനെ ജിൻഡോ വീണ്ടും പറയുന്നു. പിന്നീട് സായിയും ജാസ്മിനും കൂടെ ഈ കാര്യം എന്ത് ചെയ്യാണ് സംസാരിക്കുകയാണ്, എനിക്ക് കാല് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് കാല് വയ്യ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്നതെന്നെല്ലാം പറയുന്നു. അപ്പോൾ ജിൻഡോ പറയാണ് ബിഗ് ബോസ് ജാസ്മിൻ ജാഫറിന് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ചെരുപ്പ് കൊടുത്തു വിടണം, അവൾക്ക് ഹാർഡായിട്ടുള്ള ചെരുപ്പ് പറ്റില്ല എന്നാണ് പറയുന്നത്, നമുക്കൊക്കെ പ്രോബ്ലമാണ്, ഇവൾ ബാത്റൂമിൽ കയറിയിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഇവൾ ചെരുപ്പിടാതെ പോയിട്ട് ആ കാല് വെച്ച് ക്ലോസറ്റിൻ്റെ മുകളിൽ കയറി കുത്തനെ ഇങ്ങനെയാണോ ഇരിക്കുന്നത്, യൂറോപ്യൻ ക്ലോസറ്റ് അല്ല അതിൻ്റെ മുകളിൽ കയറി കുത്തനെ ഇങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ അത് പ്രശ്നമാണ്, നമുക്കൊക്കെ അത് പിന്നീട് പല അലർജീസും ഉണ്ടാവും, ഇവൾ പലയിടത്തും പോയിരിക്കും, അപ്പോൾ ഇപ്പം തന്നെ അതിൻ്റെ സീറ്റൊക്കെ പൊട്ടിയിരിക്കുകയാണ്, അപ്പോൾ ഇവൾ അങ്ങനെ കയറി ചാടിയിരിക്കുന്നതായിരിക്കും എന്ന് പറയാണ്. ജിൻഡോ അത് തെറ്റ്, വളരെ മോശം പരാമർശമാണ്, പ്രത്യേകിച്ച് ജാസ്മിനെ കുറിച്ച്. ജാസ്മിൻ ക്ലോസറ്റിൻ്റെ മണ്ടേക്കാർ കാല് കുത്തിയിരിക്കുന്നോ നോർമലായിട്ടിരിക്കുന്നോ എന്നൊക്കെ ജിൻഡോ ആരാണ് പോയി ക്വസ്റ്റ്യൻ ചെയ്യാൻ, ബിഗ് ബോസിനെ പോയി പറയാണ്. അപ്പോൾ അപ്സര പറയണം അത് പറയാൻ പാടില്ല, അത് പറഞ്ഞത് വളരെ മോശമാണ്, ജാസ്മിൻ കക്കൂസി പോയി മലന്നിരിക്കുന്നോ കിടന്നിരിക്കുന്നോ എന്നുള്ള കാര്യം തിരക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അപ്പോൾ സിബിനാണ് അത് പറയരുതായിരുന്നു ജിൻഡോ ചേട്ടാ, ഈ സിബിന് ഈ ജിൻഡോയുടെ അലയ്ക്കാൻ വേണ്ടി മാത്രം നാക്കില്ല, കാരണം അലച്ചു കഴിഞ്ഞാൽ ജിൻഡോ സത്യം വിളിച്ച് പറയും, സിബിൻ പൂട്ടിക്കെട്ടേണ്ടി വരും. അപ്പോൾ ഗബ്രി പറയാണ് എടോ താൻ എന്ത് വർത്താനോടോ പറഞ്ഞത്, താൻ പോയി ഒളിഞ്ഞു നോക്കിയോ, അവൾ എങ്ങനെയാണ് ഇരിക്കുന്നത് താൻ പോയി ഒളിഞ്ഞു നോക്കിയോ. അപ്പോൾ ജാസ്മിൻ പറയാണ് എൻ്റെ കാര്യമാണോ ജിൻഡോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ വല്ലതും പറയട്ടെ. ഗബ്രി പറയണേ എടാ നീ മണ്ടനാണെടാ മണ്ടൻ, നീ മണ്ടനാണ്. അപ്പോൾ ജാസ്മിൻ ആണ് എടോ തനിക്ക് നാണോ മാനോ ഉണ്ടോടോ, മാണോ മാനോ തനിക്ക് ഉണ്ടോ, താൻ പോടോ നീ പോടി. പിന്നീട് പവർ റൂമിനകത്ത് ഡിസ്കഷൻ നടക്കുകയാണ്. ശരണ്യ പറയാണ് ജാസ്മിൻ്റെ ഈഗോ അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്, നമ്മൾ താഴത്തില്ല പുഷ്പ താഴത്തില്ല. അപ്പോഴാണ് ഋഷി പറയുന്നത് യെസ് എനിക്കറിയാം അവൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജാൻമണി മൈക്ക് ധരിച്ചിട്ടില്ല, ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് ജാൻമണി പവർ റൂമിൽ നിന്ന്. ജാൻമണി മൈക്ക് ധരിക്കുകയാണ്. പിന്നീട് സിബിനും പൂജയാണ് സംസാരിക്കുന്നത്, ശിക്ഷ വേണോ വേണ്ടേ, അവൾ വെറുതെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പറഞ്ഞു ശിക്ഷ വേണം, കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ മേലും അത് പ്രശ്നമാകാൻ വേണ്ടിയിട്ട്. ഇന്നലെ സിബിൻ്റെ അടുത്തും 2 തവണ മൈക്ക് ധരിക്കാൻ പറഞ്ഞിരുന്നു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 തവണ നമ്മൾ ഏത്തവിടാം. ഓക്കെ എല്ലാവർക്കും സമ്മതം. അങ്ങനെ എന്താണ് ജാനുവിന് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കും. സിബിൻ പറയണേ ജാനുവിന് പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസ്മിൻ പറയാണ് നിങ്ങളിങ്ങനെ എപ്പോഴും ഏത്തത് വേണ്ട, നിങ്ങൾ കണ്ടിന്യൂസ്ലി പർപ്പസ്ഫുള്ളി ഒരാൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ. അപ്പം പറയാണ് സിബിൻ പറയണം അല്ല എൻ്റെ അടുത്ത് ബിഗ് ബോസ് ഞാൻ 2 തവണ പറഞ്ഞു. അപ്പോൾ ഗബ്രി പിന്നെ പറയുന്നു അല്ല നോറയ്ക്ക് കൊടുത്തത് എന്തിനായിരുന്നു, പിന്നെ മൈക്ക് ധരിക്കാത്തതിനാണോ, അല്ല നോറയ്ക്ക് ഉറങ്ങാത്തതിനായിരുന്നു കൊടുത്തിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ആരൊക്കെയോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി എന്നിങ്ങനെ ഗബ്രി പറയാണ്. അപ്പോഴത്തേക്കും സിബിൻ ചാടി ഇരുന്നിട്ടുണ്ടാ ശിക്ഷ എടുക്കണമെങ്കിൽ എനിക്കറിയാം കേട്ടല്ല, എല്ലാത്തിനും നീ ഒരു വള്ളി പിടിക്കല്ലടാ, ചതിയാ കേട്ടല്ല, ചതിയാണ്. പല്ലൊക്കെ ഇറക്കി ഗബ്രി അടുത്തോട്ട് പോകുന്നു. അപ്പം നീ എൻ്റെ അടുത്ത് കളിക്കാതെ പോടാ എന്ന് പറഞ്ഞാൽ സിബിൻ അവിടെ നിന്ന് പല്ലൊക്കെ ഇറക്കി പോകുന്നു. അതിനുശേഷം ശരണ്യയും ജാൻമണിയും സിബിനും കൂടി ഇവർ 3 പേരും കൂടി ഏത്ത വിടുകയാണ്.
അതിനുശേഷം ജാസ്മിൻ എന്ത് ചെയ്യുന്നു, ജാസ്മിൻ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയാണ് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പണിഷ്മെൻറ്റ് എടുക്കാത്ത ഒരാളുണ്ടേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സിബിൻ പറയാണ് നിനക്കെന്താ നിങ്ങൾക്ക് ട്രോഫി വേണോ, ജാസ്മിനും ഗബ്രിക്കും ട്രോഫി വേണോ, നിങ്ങൾ ട്രോഫി എടുത്തോ, ഒരു സമാധാനമില്ല. രാവിലെ മുതൽ ടിഷ്യൂ, അപ്പി, ക്ലോസറ്റ്, ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങി. ഇതെല്ലാം തുടക്കം വിട്ടത് ആരാണ്? ടിഷ്യൂവിൻ്റെ കേസ് ജിൻഡോ, ബാത്റൂമിൻ്റെ കേസ് ഇട്ട് കൊടുത്തത് ഈ പറയുന്ന സിബിൻ. അപ്പം ഇതെല്ലാം ഇട്ട് സിബിൻ ഇളക്കി വിട്ടിട്ട് സിബിൻ തന്നെ അയ്യോ ഇവിടെ ഒരു സമാധാനവും ഇല്ല, ഇവിടെ ഒരു വൃത്തികേടായിട്ടുള്ള അപ്പം സിബിനെ പറയേണ്ട കാര്യമില്ല. ഓക്കെ, അതിനുശേഷം പിന്നീട് ജിൻഡോ പറയാണ്, സിബിനെ പറയണം ഞാൻ മാപ്പ് പറയണോ സിബിനെ ജാസ്മിൻ എടുത്ത് ബാത്റൂം കേസ് പറഞ്ഞതിൽ. അപ്പോൾ സിബിൻ പറയണം നിനക്ക് ജിൻഡോ ചേട്ടന് തോന്നണമെങ്കിൽ ജിൻഡോ ചേട്ടൻ പറഞ്ഞോ. അപ്പോൾ ജിൻഡോ പറയണം ഞാൻ നിൻ്റെ അടുത്ത് ആ ചെരുപ്പിടാത്തതിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ബാത്റൂമിൻ്റെ കേസ് എടുത്തിട്ട് തെറ്റാണെന്ന് എനിക്ക് തോന്നി, സോറി. ഈ സിബിൻ പറഞ്ഞു കൊടുത്തിട്ടേ ഈ ജിൻഡോയ്ക്ക് അറിയാവുക. ജിൻഡോ എനിക്ക് അതാണ് ദേഷ്യം വരുന്നത്. ജിൻഡോ ഇത്രയും ദിവസവും കളിച്ചുകൊണ്ടിരുന്നതല്ലേ, അതിപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ എന്ത് കണ്ടന്റ് ആക്കട്ടെ കളിച്ചുകൊണ്ടിരുന്നതല്ലേ ജിൻഡോ. ഈ സിബിൻ വന്നപ്പോഴത്തേക്കും സിബിൻ ഇവനെ കോമാളിയാക്കി, സിബിൻ കളിക്കാൻ തുടങ്ങി, ജിൻഡോ ഇപ്പോൾ അവൻ്റെ അടിമയാണ്. അപ്പോൾ ജിൻഡോ സോറി. അപ്പോൾ ജാസ്മിൻ പറയണം നിൻ്റെ സോറി അക്സെപ്റ്റഡ് അല്ല, കാരണം മുഴുവൻ ചെറ്റത്തരം കാണിച്ചിട്ട് അവസാനം പറയേണ്ട കാര്യങ്ങളല്ല സോറി. ജനങ്ങളടുത്ത് സോറി പറഞ്ഞൊരു ഒരു കാര്യമില്ല. കുറേ അഭിനയങ്ങൾ സോറി പറയിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ, ആരാ സിബിനെ സോറി പറയിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ, അത് പറയാൻ വേണ്ടി കുറേ ആൾക്കാർ. അപ്പോൾ ജിൻഡോ പറയാണ് ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. ദേ നോക്കിക്കേ അവളവിടെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ആഹാരം കഴിക്കണം. അപ്പോൾ ജാസ്മിൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ ജിൻഡോ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് നോക്കിക്കേ അവൾ ഇരുന്ന് മനഃപൂർവ്വം അവിടെ ഇരുന്ന് ചിന്തിക്കുന്ന നോക്കിക്കേ, നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിക്കാതിരിക്കണം. അപ്പോൾ നോറ അത് കേട്ടോണ്ട് പറയണേ മതി അവളുടെ മണ്ടയിൽ കയറിയത് മതി, അവൾ പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ്, അവൾക്ക് മൂഡ് സിങ്സ് ഉള്ള സമയമാണ്. അപ്പോൾ ആ മൂഡ് സിങ്സിനെ ഈ ജിൻഡോ ചേട്ടൻ യൂസ് ചെയ്യുന്നതാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അവളെ കൊണ്ട് നിങ്ങളാണ് ആ സോഫയിലിരുത്തി മനഃപൂർവ്വം കാല് ചമ്മളം കൂട്ടി ഇരിപ്പിച്ചത്. മിണ്ടാതിരുന്ന് അവളെ പോയി പ്രൊവോക്ക് ചെയ്ത് അവളെ നിങ്ങളെ മനഃപൂർവ്വമാണ് കയറ്റി ഇരുത്തിപ്പിച്ചത്. എനിക്ക് അവളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും, പക്ഷേ ഇത് കണ്ടിരിക്കാൻ വയ്യ. എന്തിനാണ് പീരീഡ്സ് ഉള്ള അവളുടെ മണ്ടയിൽ നിങ്ങളിങ്ങനെ കയറാൻ പോകുന്നത്? നോറ ചോദിക്കുന്നു. നോറയ്ക്ക് ഓൾറെഡി ആരടുത്ത് ഗ്രഡ്ജുണ്ട്? ഈ പറയുന്ന ജിൻഡോ അടുത്ത് ഗ്രഡ്ജുണ്ട്. അപ്പം നോറ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് ജിൻഡോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന പ്രധാന ആൾക്കാരാണ് ഗബ്രിയും ജാസ്മിനും. ഇവരുടെ കൂടെ ചാഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് ഇല്ലെന്നാണ് നോറ പറയുന്നത്. അതുകൊണ്ടല്ല, ഞാൻ അവൾക്ക് പീരീഡ്സ് ആയതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ശ്രീത് പറയാണ് എന്തെങ്കിലും ചെയ്യൂ, പവർ റൂം കല്ലബല അലച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കത്തുന്നതൊന്നും നിർത്തൂ, ഇവിടെ അലറുന്നൊന്ന് നിർത്തിപ്പിക്കും. നോറ പറയാണ് അയാളുടെ തെറ്റ് ഇവിടെ എല്ലാവരും ചേർന്ന് മൂടി വെക്കുന്നുണ്ട്. എനിക്ക് ജാസ്മിൻ്റെ അടുത്ത് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അവളെ പ്രൊവോക്ക് ചെയ്ത് അവളെ കൊണ്ട് കാല് വെപ്പിച്ചത് ഇവരാണ്. എന്നിട്ട് പിന്നീട് അർജുൻ്റെ അടുത്ത് നോറ ഇതേ സെയിം സംഭവം പറയാണ്. ഇത്രയും മിസ്റ്റേക്ക് ചെയ്യുന്ന ജിൻഡോയെ എല്ലാവരും പിടിച്ച് ക്യാപ്റ്റനാക്കി. അൺവാണ്ടഡ് ഇഷ്യൂസിന് വേണ്ടി ഈ ജിൻഡോ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നോട്ട് ഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓൾറെഡി ഇതെല്ലാം ഇവരുടെ പ്ലാനിങ് ആണ്. പിന്നീട് ഗബ്രിയും നോറ അങ്ങനെ സംസാരിക്കാൻ. ഗബ്രി പറയാണ് അവർ നിൻ്റെ അടുത്ത് ഓരോന്ന് വന്ന് കൂടുതൽ പറയുന്നത് നീ പ്രൊവോക്ക് ആകുമ്പോഴാണ്. നീ സ്ട്രോങ് ആകുമ്പം നീ ഇതുപോലെ തന്നെ നിൽക്ക്, നീ സ്ട്രോങ് ആവുന്നതിൻ്റെ ലക്ഷണമാണത് എന്നെല്ലാം പറഞ്ഞ് ഗബ്രി നോറയെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ സെറ്റ് ആവുന്നു, ഇവരൊക്കെ ഒരു ടീം ആവുന്നു. കാരണം ഈ പറയുന്ന ജിൻഡോക്ക് അഗെയിൻസ്റ്റും സിബിൻ അഗെയിൻസ്റ്റും ഇവർക്ക് നിൽക്കണമല്ലോ. പിന്നീട് ജാസ്മിൻ ജാഫർ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ബീൻ ബാഗിൽ കിടന്നുറങ്ങുകയാണ്, പട്ടി കുരയ്ക്കുന്നു. അപ്പം പെട്ടെന്ന് സായി പട്ടി കുരയായിട്ടുണ്ട് അങ്ങോട്ട് വരുന്നത്. അപ്പം ഞാൻ തന്നെ എന്നിങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട്. തൊട്ട് പിറകെ ആൾക്കാരൊക്കെ ഓടി വരുന്നു, റസ്മിൻ ഓടി വരുന്നു, ജിൻഡോ വരുന്നു. ആരാണ് ഉറങ്ങിയത്? ജാസ്മിനാണ്. അപ്പോൾ ജിൻഡോ ആണെങ്കിൽ എൻ്റെ പിന്നെ ഒരു ആ ഡ്രാമയാണെന്ന് പറയൂലായിരുന്നു, കാരണം ജിൻഡോ തന്നെ അതിൻ്റെ വേല എടുത്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഡ്രാമ എന്നാണ് ജാസ്മിനാ വിട്ടേക്ക് അവൾക്ക് വയ്യാത്തല്ലേ, അവൾ കടന്നോട്ടെ. അപ്പോൾ സിബിൻ പറയാണ് 2 റൗണ്ട് കറങ്ങി വാ. അപ്പോൾ ജാസ്മിൻ പറയണം വേണ്ട എന്നെ വിടേന്ന് വേണ്ട, ഞാൻ ശിക്ഷ എടുത്തോളാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലക്ഷറി കട്ടാവും എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ജിൻഡോ നേരെ സ്മോക്ക് റൂമിൽ പോകുന്നു. ജാൻമണി എവിടെ ഉണ്ട്? ഇവിടെയാണ് ജിൻഡോയുടെ ഡബിൾ സ്റ്റാൻഡ് വരുന്നത്. ജിൻഡോ പറയാണ് ഞാൻ ഇവിടെ പട്ടി ഉരയ്ക്കുന്ന ശബ്ദം കണ്ടപ്പോൾ റസ്മിൻ ഓടി വന്നു, കാരണം ഞാനെങ്ങാനാണോ കിടന്നുറങ്ങുന്നത് എൻ്റെ മണ്ടേ കയറാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ജാസ്മിൻ കിടന്നുറങ്ങുന്നത് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു പോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ ഉണ്ട് എന്ന് ജാൻമണിയിലെ ചോദിക്കുകയാണ്. അപ്പോഴേ റസ്മിൻ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റസ്മിൻ ഇട്ട് തിരിച്ചൊരു തണ്ടിന് തുണ്ട് മറുപടി കൊടുക്കും പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജിൻഡോ എന്ത് പറഞ്ഞത്, അവൾക്ക് വയ്യാത്തതല്ലേ, അവൾ അവിടെ കിടക്കട്ടെ, പോട്ടെ അവൾ ശിക്ഷയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞത്. ഇതേ ജിൻഡോയാണ് ജാസ്മിൻ്റെ പോയിട്ട് ഈ സംഭവം പറഞ്ഞ് അവൾക്ക് വയ്യ. അപ്പം ആദ്യത്തെ സീൻ കാണുന്ന നമ്മൾ വിചാരിക്കുക അയ്യോ ഇത്രയും ഉടക്ക് കൂടിയിട്ടും ജിൻഡോ പാവം ജാസ്മിൻ്റെ പറഞ്ഞൊക്കെ പോട്ടെ അവൾക്ക് വയ്യാത്തല്ലേ അവിടെ കിടക്കട്ടെ എന്ന്. തൊട്ടടുത്ത സീനിലാണ് ഈ ജിൻഡോയുടെ ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്നത്. സോ ജിൻഡോ എക്സ്പോസ്ഡ്. ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടോണം, ജിൻഡോയുടെ ഡബിൾ സ്റ്റാൻഡും ജിൻഡോ എക്സ്പോസ്ഡും ആയിരിക്കുകയാണ്. അടുത്ത് പിന്നീട് ചലഞ്ചിങ് ടാസ്ക് വരികയാണ്. 3 ടീമിനും ഈക്വൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അടുത്ത് പവർ ടീം സെലക്ട് ചെയ്യണം നിങ്ങളുടെ എതിരാളി ആരാണെന്ന്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ സെലക്ട് ചെയ്തതെന്ന് പറയണം. ബാക്കി 2 ടീമിനെ എന്തുകൊണ്ടാണ് തള്ളുന്നതെന്ന് പറയണം. അങ്ങനെ പവർ റൂം നേരെ എന്ത് ചെയ്യുന്നു, പോയി പ്ലാൻ ചെയ്യുന്നു ആരെ സെലക്ട് ചെയ്യണമെന്ന്. അങ്ങനെ അവർ നെക്സ്റ്റ് ടീമിനെ സെലക്ട് ചെയ്യുകയാണ്. സായി, നോറ, അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയദീപ്, നന്ദന ഇവരുടെ ടീമാണ്.
എന്നിട്ട് ഡെന്നിനെ സെലക്ട് ചെയ്യാത്തതിന് കാര്യം ഡെന്നിനകത്തുള്ള ഒരാളുടെ ബിഹേവിയർ ശരിയല്ല. പിന്നെ ഡെന്നിനകത്തുള്ളവർ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഡെന്നിനകത്തുള്ള ഈ പറയുന്ന ഗബ്രി നോമിനേഷനിൽ വന്ന് അവൻ ജനവിധി അറിയണം. അപ്പോൾ ആ ടീമിന് നമ്മളൊരു അവസരം കൊടുത്ത് വരെ പവർ റൂമിൽ കയറ്റുന്നില്ല. കാരണം ഡെന്നിനകത്തുള്ള ഈ പറയുന്ന ഗബ്രി ആ മോശം ബിഹേവിയറാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ജനത്തിൻ്റെ വിധി അവൻ തേടണം എന്ന് പറയണം. അപ്പോൾ ഗബ്രി റൂൾ ബ്രേക്ക് ഇവിടെ നോമിനേഷൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു. റൂൾ ബ്രേക്കാണ്. അപ്പം എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ ഗബ്രിയോടെ മനഃപൂർവ്വം ഇൻട്രപ്റ്റ് ചെയ്ത് ഇവനെ തിരിച്ച് എനിക്ക് ഗബ്രിയെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എനിക്ക് ജുനേസിന് ഓർമ്മ വരും. ജുനേസ് ചെയ്യുമ്പോൾ അയ്യോ ഫിസിക്കൽ അസോൾട്ട് അഖിൽമാരെ പിടിച്ച് പുറത്താക്കുക, അതുപോലെയാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഗബ്രിയെ. പിന്നീട് എന്ത് ചെയ്യുന്നു, ടണലിൽ 3 പേരാണ് ഉള്ളത്. 4 പേരുണ്ട്, അവർ 3 പേര് നോമിനേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്ന് ആരെങ്കിലും പുറത്ത് പോയാലോ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നേരെ നമ്മൾ നെക്സ്റ്റ് ടീമിനെ സെലക്ട് ചെയ്തത് എന്ന് പറയാണ്. പിന്നീട് സിബിൻ പറയാണ് പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ സായി എന്ന് സായി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ സായി പറയണത് എനിക്കറിയാം. അപ്പോൾ ഋഷി ചോദിക്കണം നമ്മളെയൊക്കെ പരിഗണിക്കണം കേട്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഋഷിക്ക് ഒറ്റയ്ക്ക് അവിടെ നിൽക്കാനുള്ള കഴിവില്ലേ? നമ്മളെയൊക്കെ പരിഗണിക്കണം എന്ന് പറയേണ്ട കാര്യം എന്തിനാണ്? ഋഷിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയത്തില്ലേ? അപ്പോൾ ജാൻമണി, പൂജ, ശരണ്യ ഇവർ 3 പേരോട് ഇരിക്കുമ്പോൾ ജാൻമണി പറയണേ എനിക്കറിയാം പവർ റൂമിൽ നിന്ന് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റ അക്ഷരം ഞാൻ മിണ്ടൂല, എങ്കിൽ എൻ്റെ പണി വാളും. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു ടാസ്ക്കാണ്, ചലഞ്ചിങ് ടാസ്ക് വരണം. ഇത്തവണ ചലഞ്ചിങ് ടാസ്ക് 3 റൗണ്ടായിട്ടാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയർ കെട്ടിയിട്ടിട്ടുണ്ട്, കയറിൻ്റെ തുമ്പറ്റത്ത് ബ്രെഡ് ഉണ്ട്. കാല് കൊണ്ട് കയർ നിയന്ത്രിച്ചുകൊണ്ട് ബ്രെഡ് കടിച്ചെടുക്കുക. മാക്സിമം നമ്പർ ഓഫ് ബ്രെഡ് കടിക്കുന്നത് ആരാണോ അവരാണ് ടാസ്ക് 1 വിജയ്. ചലഞ്ചിങ് നമ്പർ 3 ടാസ്ക് 1 ആണ്. ഓക്കെ, അപ്പോൾ ഋഷിയും സായിയാണ് പോകുന്നത്. ഋഷി 4 ബ്രെഡ് കഴിക്കുന്നു, സായി 6 ബ്രെഡ് കഴിക്കുന്നു, ജയിക്കുന്നു. അതിനുശേഷം ജാൻമണി ഋഷിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം ഓക്കെ എന്നൊക്കെ പറയുന്നു. പിന്നീട് സായി ശരണ്യെടുത്ത് പറയുന്നു ഞാൻ രാവിലെ ബ്രൗൺ ബ്രെഡ്, ഉച്ചയ്ക്ക് ആ ബ്രെഡ്, വൈകിട്ട് ഈ ബ്രെഡാണ് കഴിക്കുന്നത്. അപ്പോൾ ബ്രെഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി എന്ന് പറയുന്നു. അടുത്ത ചലഞ്ചിങ് ടാസ്ക് 3 റൗണ്ട് 2 ഞാനിന്മേൽ കുടി. അത് ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ വലിച്ച് വെള്ളം കുടിക്കണം. വെച്ചിട്ടുണ്ട്. മാക്സിമം നമ്പർ ഓഫ് ജ്യൂസ്, മാക്സിമം കപ്പ് ഓഫ് ജ്യൂസ് കുടിക്കും, മാക്സിമം ഗ്ലാസ് ഓഫ് ജ്യൂസ് കുടിക്കുന്ന ആളാണ് വിജയ്. ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ്. സിബിനും നോറയാണ് പോകുന്നത്. സിബിൻ കുടിക്കുന്നുണ്ട്. അതൊത്തിരി ടഫായിട്ടുള്ള ഒരു ടാസ്ക്കാണ് കേട്ടോ. സിബിൻ 7 ഗ്ലാസ് കുടിക്കുന്നുണ്ട്, നോറയ്ക്ക് 1 ഗ്ലാസ് തന്നെ പറ്റുന്നില്ല. ആ ഒരു ലെവലാണ്. കാരണം നല്ല ടഫായിട്ടുള്ള ഒരു ടാസ്ക്കാണത്. സിബിൻ പക്ഷേ സൂപ്പറായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനൊരു ക്ലാപ്പ് കൊടുക്കുന്നത് നല്ല സൂപ്പറായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിന് മെയിൻ ബാലൻസ് വേണം. നമ്മുടെ ദേഹത്താണ് അതിൻ്റെ ബാൻഡൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പം സൂപ്പറായിട്ട് സിബിൻ അത് കളിക്കുന്നുണ്ട്. അതിനുശേഷം ജാസ്മിൻ എന്ത് ചെയ്യുന്നു, ടണൽ റൂമിൽ ജാസ്മിൻ ഉറങ്ങിയുണ്ട്. ജാസ്മിൻ ശിക്ഷയാണ് ടണൽ റൂമിലെ ബോക്സിൻ്റെ എണ്ണം എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിനെ ശിക്ഷയ്ക്ക് അവിടെ പറഞ്ഞു വിട്ടിട്ട് ഇതേ സിബിൻ തന്നെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തിരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവളെ എണ്ണാൻ സമ്മതിക്കാത്ത രീതിക്ക് അവിടെ നിന്ന് അലയ്ക്കുന്നു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെല്ലാം പറയുകയാണ്. അതിനുശേഷം സിബിൻ നേരെ പൂജയുടെ അടുത്തും അഭിഷേക് ശ്രീകുമാറിൻ്റെ അടുത്തും ഋഷിയൊക്കെ ഇരിക്കുമ്പോൾ പോയി പറയുകയാണ് ചേച്ചി അൻസിബ നമ്മുടെ കൂടെയാണ്, പിന്നെ ഇവള് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമോ എല്ലാം കൂടി നോക്കിയിട്ട് ശ്രീതു ആള് ഒരു സീനാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ആരെയൊക്കെ നമ്മുടെ ടീമിൽ കൂട്ടാം, ആരെയൊക്കെ നമ്മുടെ വശത്ത് ചിന്തിക്കും, ആ ലെവലിൽ. അപ്പോൾ സിബിൻ്റെ ഗെയിം വളരെ മോശം. കാരണം അവർ നമ്മുടെ കൂടെ നിൽക്കും. ഇയാൾ എന്തിനാണ് ഈ ഗബ്രിയെയും ജാസ്മിനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഇവരെ പിടിച്ച് മാത്രമേ സിബിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അഭിഷേക് ജയദീപ് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാറിൻ്റെ അടുത്ത്, ഞാനിവിടെ ഉണ്ടെങ്കിൽ നിനക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. കാരണം നീ വന്നിരിക്കുന്നത് LGBTQ അഗെയിൻസ്റ്റ് കളിക്കാനാണ്. ഞാൻ LGBTQ റെപ്രസെൻ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കെതിരെയാണ് നീ കളിക്കുന്നത്. ഞാനുണ്ടെങ്കിലേ നീ ഉള്ളൂ. അതുപോലെയാണ് ഇപ്പോൾ ഈ പറയുന്ന സിബിൻ്റെ കാര്യം. അവരുണ്ടെങ്കിലേ സിബിനുള്ളൂ. അവർക്കെതിരെയാണ് കളിച്ചത്. ഇത് ഒരു രീതിക്കും അവരെ ടാർഗറ്റ് ചെയ്യുന്നതല്ലാതെ മറ്റൊരു ലെവലിലോട്ട് പോണില്ല. അത് സിബിൻ്റെ കാര്യമൊന്നുമല്ല, എല്ലാവരും അതുപോലെ തന്നെയാണ്. ജാസ്മിനും ഗബ്രിയും ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കാണിക്കുന്ന വേലകൾ, രാത്രി കൈപിടി, കാൽപിടി, ഉമ്മപിടി, ഓക്കെ, എല്ലാം വെറുപ്പീര് തന്നെയാണ്, നെഗറ്റീവ് തന്നെയാണ്, കട്ട ബോറ് തന്നെയാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഇവരെ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്കും ഇത് കോർണറിങ് ആയിട്ട് പുറത്തു വരുമ്പോഴത്തേക്കും അവർക്ക് സപ്പോർട്ട് പോകും. ഈ വീട്ടുകാർ തന്നെ തേഞ്ഞ് വാരി ഒട്ടിയിരിക്കും. ഓക്കെ, അതിനുശേഷം ടാസ്ക് 2 സിബിനാണ് വിൻ ചെയ്യുന്നത്. അതായത് നിലവിലെ പവർ ടീമും അതുപോലെ നെക്സ്റ്റ് ടീമും കൂടെ ആണല്ലോ നേരിട്ട് യുദ്ധം. അപ്പോൾ പവർ ടീം ഫസ്റ്റ് ടാസ്കിൽ ഈ പറയുന്ന നെക്സ്റ്റ് ടീം ജയിക്കുന്നു, സെക്കൻഡ് ടാസ്കിൽ പവർ ടീം ജയിക്കുന്നു. അങ്ങനെ തേർഡ് ടാസ്ക് വരുന്നു പവർ കിക്ക്, ഫുട്ബോൾ ടാസ്ക് ആണ്. അതായത് രണ്ടിടത്ത് അപ്പുറം ഇപ്പുറമായിട്ട് ഇരിക്കണം, എന്നിട്ട് ഫുട്ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിയിടുന്ന ഒരു ഗോൾ പോസ്റ്റ് പോലെ തന്നെ. സെയിം ബിഗ് ബോസ് സീസൺ 7 തമിഴിലെ ഷോപ്പിംഗ് റീപേയ്മെൻറ്റ് ടാസ്ക് ആയിട്ട് ഈ ടാസ്ക് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്. മണിചന്ദ്രയും വിഷ്ണു കൂടെ പെർഫോം ചെയ്ത ടാസ്ക് ആയിരുന്നു ഇത്. അതേ സെയിം ടാസ്ക് ആണ്, എക്സാക്ട് അതേ ടാസ്ക്. ഞാൻ ഇന്ന് ആക്ച്വലി ആ ടാസ്കിനെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ. മലയാളം ബിഗ് ബോസിൽ കുറേ ടാസ്കുകൾ ഇനിയും വരാനുണ്ട്. തമിഴ് ബിഗ് ബോസ് സീസൺ 7 കണ്ടിട്ട് പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ കുറേ ടാസ്കുകളൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് കളിക്കേണ്ടത്. സെയിം എക്സാക്ട് അതേ ടാസ്കുകളുണ്ട്. അങ്ങനെ
ആ ടാസ്കിൽ പോകുന്നത് ഋഷി സായിയാണ്. സായി 5 ഗോൾ അടിക്കുന്നു, ഋഷി 11 ഗോൾ അടിക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ ചലഞ്ച് ടാസ്കിൽ ഈ പറയുന്ന പവർ ടീം ജയിക്കുന്നു. അപ്പോൾ 2 ടാസ്കിലും ഈ ചലഞ്ച് 3യുടെ 2 ടാസ്കിലും പവർ ടീം ജയിക്കുന്നതുകൊണ്ട് നിലവിലെ പവർ ടീം തന്നെ അടുത്ത ആഴ്ച വീണ്ടും പവർ ടീമിൻ്റെ അധികാരത്തിൽ വരികയാണ്. ആരൊക്കെയാണ്? ശരണ്യ, ജാൻമണി, ഋഷി, പൂജ, സിബിൻ ഇവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെയാണ് വീണ്ടും അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു സംഭവം ഞാൻ പറയട്ടെ. കാരണം ഇനി വരാൻ പോകുന്നത് 50ാമത്തെ ഡേയിലെ വീക്കെൻഡാണ് അല്ലേ. 42 കഴിഞ്ഞ് ഇനി അടുത്ത് 43, 44 അത് വരുന്ന 50ാമത്തെ വീക്കെൻഡാണ്. ഒരു പക്ഷേ ആ വീക്കിൽ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. കാരണം പവർ ടീമിന് പവർ ഒന്നും ഇല്ലാതെ ആക്കും. അത് കഴിഞ്ഞ് 50th വീക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വളരെ ചാൻസസ് കുറവാണ് ഭൂകമ്പം ടാസ്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഭൂകമ്പം ടാസ്ക് കാരണം ഇതിപ്പോൾ തമിഴ് സീസൺ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഈ ഒരു ടാസ്കിൽ തോറ്റാൽ ഒരാൾ പുറത്തു പോകും, 2 ടാസ്കിൽ തോറ്റാൽ 2 പേർ പുറത്തു പോകും. അങ്ങനത്തെ ഒരു സാധനം വെക്കാൻ ചാൻസ് ഉണ്ട്. തമിഴിൽ അങ്ങനെ വെച്ചിട്ട് റീ എൻട്രി ആണ് ചെയ്തത്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ അതിനുള്ള സ്കോപ്പ് കിട്ടൂല. അതുകൊണ്ട് ഇവർ നിങ്ങൾക്ക് 2-3 ടാസ്കുകൾ തരും. അപ്പം നിങ്ങൾ ടാസ്കിൽ എത്ര എണ്ണത്തിൽ തോക്കുന്നു അത്രയും ആൾക്കാർ പുറത്ത് പോകുമെന്ന് പറഞ്ഞൊരു സാധനം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു വീക്ക് വരെ എല്ലാവരും നിങ്ങൾക്ക് ഏത് റൂമിൽ വേണോ എവിടെ വേണോ പോയി കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു വിടുന്ന ഒരു വീക്ക് ഉണ്ടാവും. പിന്നെ ഒരു വീക്ക് പവർ റൂമിലുള്ളവരെയൊക്കെ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞൊക്കെ ഉണ്ടാവും. ആ സാധനങ്ങളെല്ലാം ലോഡിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസ്, സ്മാൾ ബോസ് ആ ലെവലിലായിരുന്നു തമിഴ് ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരുന്നത്. അതേ ലെവലാണ് പവർ റൂമും ഡെന്നും നെസ്റ്റും ടണലൊക്കെ ആയിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സെയിം അതേ സാധനം തന്നെ ഇതിനകത്ത് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒട്ടനവധി സാധനങ്ങൾ ഇപ്പോൾ തമിഴ് സീസൺ 7 നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതാണ് മെയിൻ എപ്പിസോഡ്. രാത്രി ശ്രീതുവും അർജുനും കൂടി എന്ത് ചെയ്യുന്നു, അവരുടെ റിങ് അവരുടെ കുറച്ച് ലവ് കോമ്പോയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എപ്പിസോഡും ഉണ്ട്. റിങ് ഒളിപ്പിച്ച് വെച്ചു, പതപ്പൊളിപ്പിച്ച് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംസാരമാണ്. പിന്നീടാണ് പ്ലസ്സിൽ മെയിനായിട്ട് നടക്കുന്നത്, നിങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മറ്റൊരാളായിട്ട് മാറണമെങ്കിൽ അത് ആരുടെ പേരായിരിക്കും പറയുന്നത്, എന്തുകൊണ്ടായിരിക്കും? ഋഷി പറയണം എനിക്ക് നോറയായിട്ട് മാറണം, കാരണം നല്ല ഓർമ്മയാണ്. ജാസ്മിൻ പറയാണ് എനിക്ക് ജിൻഡോ ആയിട്ട് മാറണം, കാരണം എന്ത് മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കിട്ടുമല്ലോ. അപ്പോൾ അടുത്ത് സായി പറയുന്നു എനിക്ക് ഗബ്രി ആയിട്ട് മാറണം, കുറച്ച് ഫ്ലക്ച്വേഷൻ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നോറ പറയണം എനിക്ക് ജിൻഡോ ആയിട്ട് മാറണം, നാണോ മാനം കിട്ടി അങ്ങനെ ജീവിക്കാം എന്നെനിക്ക് അറിയണം. അപ്പോൾ ശ്രീത് പറയണം എനിക്ക് നോറയായിട്ട് മാറണം, ഹൈ പിച്ച് വോയിസ് ഒന്ന് കുറച്ച് കാണിച്ചു കൊടുക്കാൻ. ജിൻഡോ പറയണം എനിക്ക് നോറയായിട്ട് മാറണം, കാരണം കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി അപ്പ ചോദിക്കുമ്പോൾ അമ്മ പറയും, അമ്മ ചോദിക്കുമ്പോൾ അപ്പ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടാസ്ക് കഴിയും. അതിനുശേഷം നോറ പറയാണ് അയാൾ എന്ത് തരംതാന്ന ആളാണ്, വാ തുറന്നു കഴിഞ്ഞാൽ വൃത്തികേട്, എന്തെല്ലാം അയാൾ എന്നാണ് എന്നെ പറഞ്ഞത്, എൻ്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെയാണ് കാണിച്ചത്, വൃത്തികേട്. പിന്നീട് സിബിൻ ജിൻഡോനടുത്ത് പറയാണ് പണിയെടുക്കാതെ ഇവിടെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരാൾ ഡേ 1 മുതൽ ആരാണെന്ന് അറിയാമോ? നോറയും ശ്രീതുവും കൂടെ തമ്മിൽ ഒരു ക്യാപ്റ്റൻസി മത്സരം നടത്തി നോക്കുക, ശ്രീതു ജയിക്കും അല്ലെങ്കിൽ നമ്മളെ ജയിപ്പിക്കും. അപ്പോൾ ഋഷി കൂടെ ഉണ്ട്. ഋഷി ചോദിക്കുകയാണ് അതെന്ത് നോറ ജയിക്കുമോ? നോറ ഒരിക്കലും പവർ ടീമിൽ നോറ വരികയും ചെയ്യരുത്, നോറ ക്യാപ്റ്റൻ ആവുകയും ചെയ്യരുത്, നോറ പവർ ടീമിൽ വരികയും ചെയ്യരുത്. അപ്പോൾ ജിൻഡോ പറയാണ് നിങ്ങളിൽ നിന്ന് ഒരാളാണ് ഔട്ട് ആവുന്നതെന്നുണ്ടെങ്കിലോ പവർ ടീമിൽ നിൽക്കുന്ന ആരെങ്കിലും ഒരാളാണ് ഈ ആഴ്ച എവിക്റ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ പവർ ടീമിലേക്ക് എടുക്കാം എന്ന് ജിൻഡോ എടുത്ത് പറഞ്ഞു. അപ്പോൾ സിബിൻ ചില വാഗ്ദാനങ്ങളൊക്കെ വെച്ച് ഈ പറയുന്ന ജിൻഡോയെ കോഴ കൊടുത്ത് വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ജിൻഡോ ഇതിൽ പവർ റൂം അല്ല, ഈ സത്യം പറഞ്ഞാൽ പവർ റൂമിൽ കിടക്കുന്നവർക്ക് ഭയങ്കര പ്രഷറാണ്. ഇവരുടെ ലാലാട്ടം വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണിച്ചു ഏത് കാണിച്ചു എന്നൊക്കെ അപ്പോൾ പവർ റൂമിൽ കിടക്കുന്നവർക്ക് പ്രഷറാണ്, പുറത്ത് നിൽക്കുന്നവർക്കാണ് കളിക്കാൻ അവസരം. ഇവർ പറയുന്നത് എന്തിന് കേൾക്കണം, കേൾക്കാതിരുന്നാൽ പോരെ, സൂപ്പറായിട്ട് കളിക്കാം. ഇപ്പം സിബിൻ മടക്കി ചുരുട്ടി ജിൻഡോയെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അത് കട്ട നെഗറ്റീവ് ആവും. ജിൻഡോ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നാണ് ജിൻഡോ നല്ല നെഗറ്റീവ് ആവും. പിന്നീട് ജാസ്മിനും ജിൻഡോയോട് സംസാരിക്കാൻ ജാസ്മിൻ പറയാണ് ഇവിടെ നേരത്തെ എന്നെ രാവിലെ ഭരിക്കാൻ വന്നില്ലേ, അതുപോലെ നിങ്ങളിവിടെ മടക്കി വൃത്തിയാക്കി തുണിയെല്ലാം പറക്കി വെക്കണം കേട്ടല്ല, ബാത്റൂമിൽ കുറേ കളിയാക്കുന്നു. അപ്പോൾ ജിൻഡോ പറയാണ് ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്യാൻ തീരുമാനിച്ചു, അത് അങ്ങനെ തന്നെ ഉത്തരമുട്ടുമ്പോൾ എല്ലാവരും കൊഞ്ഞാനം കുത്തി കാണിക്കും എന്ന് ജാസ്മിൻ പറയാണ്. പിന്നീട് നോറ പറയാണ് പവർ റൂമിൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകണം, എൻ്റെ ബെഡിൽ കയറി ജിൻഡോ ഇരിക്കുകയാണ്, ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവാണ്, എനിക്കിത് ഇഷ്ടമല്ല, പേഴ്സണലി എന്നെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഈ ജിൻഡോ. അപ്പോൾ ജിൻഡോ പറയാണ് ഇവിടെ നിന്ന് പുറത്ത് പോയി കിടക്കാനായിട്ട് പാടില്ല കേട്ടല്ലോ, നീ ഇപ്പോൾ പുറത്ത് പോയി കിടക്കുമെന്ന് പറഞ്ഞു, നീ പുറത്ത് പോയി കിടക്കാൻ പാടില്ല. അപ്പോൾ നോറ പറയാണ് ഞാൻ കിടക്കുന്ന ബെഡാണിത് മാറ്. അപ്പോൾ സിബിൻ പറയാണ് ഏതൊരു ജനാധിപത്യ ക്യാപ്റ്റനാണിത്, എന്തൊരു ജനാധിപത്യ ക്യാപ്റ്റനാണിത് എന്നെല്ലാം പറഞ്ഞോറ. അപ്പോഴത്തേക്കും നോറ ഒന്നും മിണ്ടുന്നില്ല. നോറയുടെ സ്വഭാവം വെച്ച് കരയാനുള്ളതും തിരിച്ച് പറയാനുള്ളതുമാണ്. പിന്നീട് ജാസ്മിനും അഭിഷേക് ജയദീപോട് സംസാരിക്കുമ്പോൾ ജാസ്മിൻ പറയാണ് സിബിൻ ഇവിടെ ഉള്ളൊരു നല്ല പ്ലെയറാണ്, ഞാനതൊക്കെ സമ്മതിക്കുന്നു, അവന് ഇമോഷനില്ല, അവനിവിടെ ഉള്ള ആരടുത്തും ഒന്നുമില്ല, അവന് ഒരു രീതിയിലുള്ള മനസാക്ഷിയില്ല, ദാക്ഷിണ്യമില്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ ഒരു പറയട്ടെ, കഴിഞ്ഞ ഈ 3 ആഴ്ചയായിട്ട് ഇവിടെ സൂപ്പറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ജിൻഡോയെ കോമാളിയാക്കി കളിക്കുകയാണ് ഈ സിബിൻ. എനിക്ക് ഈ വീട്ടിൽ ഒട്ടും ഇഷ്ടമല്ലാത്തത് സിബിനെയാണ്, ഞാൻ അവനെ വിറക്കുകയാണ്, സിബിൻ തന്നെയാണ് ഇത് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ പിന്നെ ജാസ്മിൻ എടുത്തു കഴിഞ്ഞാൽ സിബിന് വല്ലതും ഉണ്ടാകും. സിബിൻ അങ്ങോട്ട് വരുന്നു, പറ എന്നെ പറ്റി പറ, നമ്മൾ നിൻ്റെ അടുത്തല്ല സംസാരിച്ച് നമ്മൾ രണ്ടുപേരോടാണ് സംസാരിക്കുന്നതെന്ന് ജാസ്മിൻ പറയുന്നു. പിന്നീട് സിബിൻ വന്നിട്ട് അവിടെ മാനിപ്പുലേഷൻ നടത്തിയാണ്.
ജിൻഡോയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു രീതിയുണ്ട്. ജിൻഡോ എന്തെങ്കിലും പറഞ്ഞ് നമ്മളതിനെ എതിർത്ത് കഴിഞ്ഞാൽ ജിൻഡോ ഒരു കാരണവശാലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ജിൻഡോയ്ക്ക് എന്താണ് മനസ്സിലാവുന്നത് ആ രീതിക്ക് പറഞ്ഞ് വേണം ജിൻഡോയെ മനസ്സിലാക്കാൻ. അത് അതിൻ്റെ ഒരു രീതിയാണ്. അതിനുശേഷം ജാസ്മിൻ പറയാണ് സിബിൻ്റെ ഗെയിം എനിക്ക് ഇഷ്ടമല്ലോ, എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഗബ്രി പറയാണ് എടി നീ ഒന്നും ഉള്ളിലേക്ക് എടുക്കരുത്, നീ ഇവിടെ നിന്ന് പോണത് വരെ അവൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അസുഖം വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, അസുഖത്തിൻ്റെ കാരണത്തിൽ ട്രീറ്റ് ചെയ്യണം. ജാസ്മിൻ പറയണം എൻ്റെ ടെമ്പർ തെറ്റൂടാ, എൻ്റെ ടെമ്പർ. അപ്പോൾ ഗബ്രി പറയാണ് നിനക്കുള്ള പ്രഷർ എനിക്ക് നല്ലതുപോലെ. അപ്പോൾ എന്നെ എന്തെല്ലാം പറയുന്നു. അപ്പോൾ ജാസ്മിൻ പറയണത് നിന്നെ പട്ടിയെ പോലെ കാണുന്ന ഒരു വിലയും തരുന്നില്ല, നിൻ്റെ അടുത്ത് ആരെങ്കിലും മിണ്ടെങ്കിലും ചെയ്യുന്നില്ലേ, അത് ഞാൻ പോയി ഗതിയെട്ട് മിണ്ടുന്നതാണ്. പിന്നീട് സിബിൻ പൂജയുടെ അടുത്ത് പറയുന്നു ഗബ്രിയുടെ ചേച്ചി അവന് ഹിൻഡ് കൊടുത്തിട്ടും വീഡിയോയിലൂടെ ജാസ്മിൻ്റെ ഇമോഷൻ കാരണമാണ് അവൻ വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ അവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അവൾ ഇവിടെ നിന്ന് പോകണം, പുറത്താവണം ബിഗ് ബോസിൽ നിന്ന്, എന്നാലേ ഈ ഷോയുടെ ക്വാളിറ്റി മാറുള്ളൂ. റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സിബിൻ ഈ പറഞ്ഞത് ജാസ്മിനെ കുറിച്ചൊന്നല്ല, ആരെക്കുറിച്ചായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റ് സിബിനെ കുറിച്ച് പറഞ്ഞാലും ഇത് തെറ്റാണ്. ആ ഷോയിൽ ഒരാൾ പറഞ്ഞെങ്കിൽ അത്രയും ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എത്ര ഓഡിഷൻ കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതിന് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ വരുന്ന ക്വാളിറ്റി അളക്കുന്ന സിബിനാണോ എന്ന് ചോദിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം ശ്രീരേഖയുടെ ഒരു അടിപൊളി ആക്റ്റാണ്, സൂപ്പർ. ശ്രീരേഖ വീണ്ടും ഒരു അടിപൊളി ആക്ട്രസ് ആണെന്ന് കിട്ടുന്ന പല ഓപ്പർച്യൂണിറ്റീസിലൂടെയും ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കണ്ടതാണ് ശ്രീരേഖയുടെ ആക്ട്. അത് ഞാൻ ശ്രീരേഖ നാടകം കളിക്കുന്നു എന്നല്ല പറഞ്ഞത്, ശ്രീരേഖയുടെ ആക്ട്, ശ്രീരേഖ കിട്ടുന്ന അഭിനയിച്ച് കാണിക്കാനുള്ള പല അവസരങ്ങളും ശ്രീരേഖ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ ടാലൻറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ആക്ട്രസ് ആണ് ശ്രീരേഖ. കാരണം അത്ര അടിപൊളി പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെക്കുന്നത്. അതിനുശേഷം ലക്ഷറി ഷോപ്പിംഗ് ആണ് വരുന്നത്. പിന്നീട് രാത്രി നമ്മുടെ ജാൻമണി നന്ദനയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ജാൻമണി നൈസായിട്ട് പോയി നന്ദനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് വരുന്നു. പുറത്ത് വന്ന് എല്ലാവരുടെ ബർത്ത്ഡേ കേക്കൊക്കെ സെലിബ്രേഷൻ ആണ്. പിന്നീട് രാത്രി ബെഡ്റൂമിൽ ശ്രീധുവും അർജുനും കൂടെ ബ്രെഡും ജാമും തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പം നാളത്തെ എൻ്റെ എക്സാം കൂടെ കഴിഞ്ഞാൽ ഞാൻ പഴയതുപോലെ ആക്റ്റീവാവും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ലൈവ് അപ്ഡേറ്റ് എന്താ ഇടാത്തെ, സിജോ എന്ന് വരും, സിജോയുടെ അപ്ഡേറ്റ് എന്താ ഇടാത്ത, ഇതെല്ലാം ഇടാം. ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരും. സോ സ്റ്റേ ട്യൂൺഡ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ ആരുടെയും PR ഒന്നല്ല, എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ ബിഗ് ബോസ് 5-6 വർഷമായിട്ട് കാണുന്നതാണ്. എനിക്കതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഗെയിമിനെ പൊളിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല. കമൻറ്റ് കുഞ്ഞുങ്ങൾ അത് ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.